അത് വെറും കൂലിപ്പടയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പിന്നാലെ പോയി സമയം കളയില്ല. പക്ഷേ നമ്മുടെ സാധനം അത് പോലീസിന് കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാകും. മലിക് ഭായ് ദേഷ്യത്തോടെ പല്ലുകടിച്ചു. ആ പെണ്ണിനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? റോണി ചോദിച്ചു. അതിനുള്ള സമയമായിട്ടില്ല. അവളൊരു താക്കോലാണ്. ആവശ്യം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. മലിക് ഭായ് ക്രൂരമായി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. താങ്ക് യു സാർ, അമൻ പോലീസ് ഓഫീസറോട് പറഞ്ഞു. കാര്യങ്ങളെന്തായി? അയാൾ തിരിച്ചു ചോദിച്ചു. അബൌട്ട് ടു ക്രാക്ക് ഇറ്റ്. കീപ് ഇറ്റ് അപ്പ്. ആൻഡ് ഐ ഗോട്ട് ദിസ് വൺ. പെട്ടെന്ന് അമൻ പോക്കറ്റിൽ നിന്നൊരു മൊബൈൽ ഫോൺ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. എക്സാമിൻ ഇറ്റ്. ഈ മെസ്സേജ് വന്ന നമ്പർ, അതിൻ്റെ ലൊക്കേഷൻ, എന്തെങ്കിലും ഉപകാരമുള്ളത് കിട്ടുമോ എന്ന് നോക്കണം. പ്രതീക്ഷകളൊന്നും വേണ്ട, എങ്കിലും സംടൈംസ് ഇറ്റ് ക്യാൻ ലീഡ് അസ് ഫോർവേഡ്. ഓക്കെ. പോലീസുകാരെ യാത്രയയച്ച് തിരിഞ്ഞ ഉടനെ മുമ്പിൽ ഐഷയെ കണ്ട് അമൻ എന്താണെന്ന ഭാവത്തിൽ തലകുലുക്കി. നിങ്ങളെന്താ പോലീസുകാരനോട് കുശുകുശുക്കുന്നത് കണ്ടത്? ഐഷ നെറ്റി ചൊളിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. അയാൾക്ക് നിന്റെ ഈ കഥയിൽ സംശയമുണ്ട്, അമൻ പറഞ്ഞു. ഇവിടെ എൻ്റെ വീട് മുഴുവൻ നാശമായി കിടക്കുന്നു, അയാൾക്കിത് കഥയായിട്ട് തോന്നുന്നുണ്ടോ? ഐഷ കുട്ടികളെപ്പോലെ ദേഷ്യത്തോടെ ചുണ്ടുകൾ കൂട്ടി. അമന് ചിരി വന്നു. അയാൾ അത് മുഖത്ത് പ്രകടമാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. കാം ഡൗൺ ഐഷ, ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് നിർത്തി ഒരു നിമിഷത്തെ ആലോചനയോടെ ചുറ്റിനും നോക്കി തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. ആദ്യം നമുക്ക് ഇവിടം വൃത്തിയാക്കാം. ഓക്കെ, ഐഷ അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. ഏകദേശം 3/4 മണിക്കൂറോളം വേണ്ടി വന്നു അവിടം മുഴുവൻ വൃത്തിയാക്കി പഴയതുപോലെയാക്കാൻ. കോഫി? ക്ഷീണത്തോടെ സോഫയിലിരുന്ന അമനു നേരെ കപ്പു നീട്ടിക്കൊണ്ട് ഐഷ പുഞ്ചിരിച്ചു. താങ്ക്സ്. അയാൾ അത് വാങ്ങി നിവർന്നിരുന്നു. ഐഷ അയാൾക്ക് അഭിമുഖമായിരുന്ന് കയ്യിലിരുന്ന കപ്പിലെ കോഫി ഒരിറക്കു കുടിച്ചു. ഇതു 2ാമത്തെ തവണയാണ്. എന്ത്? അമൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ ഐഷ കണ്ണുമിഴിച്ചു. ഈ വീട് വൃത്തിയാക്കുന്നത്, പിന്നെ ഈ കോഫി. അമൻ കോഫി കപ്പുയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഐ ആം സോ സോറി അമൻ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്നറിയാം. ഐഷയുടെ മുഖത്ത് പെട്ടെന്ന് കുറ്റബോധം നിഴലിച്ചു. ഇറ്റ്സ് ഓക്കെ ഐഷ, ഇറ്റ്സ് ഓക്കെ. അമൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു. ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നൈബേഴ്സായെന്ന് പറയാം അല്ലേ? മേ ബി. ഐഷ പുഞ്ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അത് അയാളെ സന്തോഷിപ്പിച്ചു. അവളുടെ മനസ്സിൽ ചെറിയ തോതിലെങ്കിലും സ്ഥാനം പിടിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അവർ പിന്നെ കുറച്ചു നേരത്തേക്ക് ഒന്നും സംസാരിച്ചില്ല. ഏതാനും നിമിഷങ്ങൾ നീണ്ടുനിന്ന വിരസമായ നിശബ്ദതയ്ക്കിടയിൽ അയാൾ അവളെ നോക്കി. അവൾ മറ്റെന്തോ ചിന്തയിലായിരുന്നു. അവളുടെ ചെറിയ ഭംഗിയുള്ള കണ്ണുകൾ, നീണ്ട മൂക്ക്, മെരിഞ്ഞു ചുവന്ന ചുണ്ടുകൾ. അമന്റെ കണ്ണുകൾ അവയിൽ വെറുതെ പരതി നടന്നു. അമൻ! ഐഷ പെട്ടെന്ന് മുഖമുയർത്തി നോക്കിയത് കണ്ട അമൻ കണ്ണുകൾ പിൻവലിച്ചു എന്താണെന്ന അർത്ഥത്തിൽ നോക്കി. അവരിനിയും തിരിച്ചു വന്നാൽ എന്തു ചെയ്യും? ഐഷ ചോദിച്ചു.